ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് എജു വ്ളോഗ്. നാസ് എജു വ്ളോഗിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ റേസ് എന്നതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്, ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത് വളരെയധികം സങ്കടപ്പെട്ട് വിഷമിച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും തീർക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ടിലൂടെ ഒരുപാട് ഓടിയ തരുൺ വിശ്രമിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു കൽബെഞ്ചിലിരിക്കുന്ന സമയത്ത് അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ അവനോട് സംസാരിക്കുന്നുണ്ട്. ആ ആൾ ആരായിരുന്നു? രാംനാരായൺ. എന്തായിരുന്നു രാംനാരായൺ പറഞ്ഞത്? അവനെ എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അവനെ ആശ്വസിപ്പിക്കുന്നത് എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ആരായിരുന്നു രാംനാരായൺ? രാംനാരായൺ എന്ന് പറയുന്നത് 1960 ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കുകയും 400 മീറ്ററിൽ മെഡൽ നേടുകയും ചെയ്തിട്ടുള്ള ഒരു റണ്ണറാണ്, അത്ലറ്റാണ്. അദ്ദേഹത്തെ കണ്ട സമയത്ത് ഇവന് വളരെയധികം അത്ഭുതം ഉണ്ടാവുകയും അത് അവൻ പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കോട് കൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. സോ ഇന്ന് നമുക്ക് അവിടെ നിന്നും തുടങ്ങാം. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, യെസ്. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 മിനിറ്റ്സ്. മോനെ, ഞാൻ നിന്നെ കഴിഞ്ഞ 45 മിനിറ്റ് നിന്നെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക, നിന്നെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. കണ്ടിന്യൂഡ് രാംനാരായൺ. ആരാ അങ്ങനെ പറഞ്ഞത്? രാംനാരായൺ തൻ്റെ സംസാരം തുടർന്നിരുന്നു. ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ നിന്നിൽ നല്ല ഒരു ഭാവി തന്നെ കാണുന്നുണ്ട്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് മോനെ എന്ന് ആരാ പറയുന്നത്? രാംനാരായൺ. ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള രാംനാരായൺ പറയാണ്, മോനെ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ എപ്പോഴെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? കുഴപ്പമില്ലല്ലോ, ഞാൻ തരക്കേടില്ലല്ലോ, ഞാനൊരു സംഭവമല്ലേ എന്നൊരു തോന്നലുണ്ടാവില്ലേ? യെസ്, ഇവിടെയും അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായി. കാരണം എന്താ? ആ വീട്ടിലെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന പേരിലാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ഫാമിലി അല്ലേ? അവനാണ് ആ വീട്ടിലെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് അവൻ ധരിക്കുന്ന സമയത്ത് ഒരാൾ പറയാം, മോനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് നിൻ്റെ കഴിവുകളൊക്കെ കാണിക്കാൻ പറ്റും അല്ലേ? നിന്നിൽ നല്ല ഒരു ഭാവിയുണ്ട് എന്ന് ആര് പറയാണ്? രാംനാരായൺ പറയാണ്. അതും വെറുതെ ഒരാൾ ലോക്കലായിട്ട് വെറുതെ ബടായി അടിക്കല്ല, മറിച്ച് അയാൾ നല്ല കണ്ണിങ് ആണ്. അയാൾ അവനെ നോക്കി പറയാണ്. അത് കേട്ട സമയത്ത് രോമാഞ്ചം ഉണ്ടായി അല്ലേ? നോക്കാം നമ്മൾ. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ബ്ലഷ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബാണ് അല്ലേ? എന്നിരുന്നാലും ഇവിടെ മീനിങ് എന്താ വരുന്നത്? കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ് എന്ന് പറയുമ്പോൾ അഭിമാനം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അഥവാ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഭിമാനം ഉണ്ടല്ലോ, ഞാൻ തരക്കേടില്ല, ഞാൻ കുഴപ്പമില്ല, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന്, അതും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് ഇവൻ്റെ ഉള്ളിൽ ഇവനൊരു അഭിമാനം വരികയാണ്. ഓക്കെ, അതാണ് പറയുന്നത്. തരുണ് കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. അവൻ്റെ അഭിമാനം, അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ബ്ലഷ് മീനിങ് എന്താണ്? ഗ്ലോ എന്നാണ് അല്ലേ? ഒരു ഷൈനിങ് അല്ലേ? യെസ്, നോക്കാം. ഇവിടെ ഒരു പ്രയോഗമാണ് കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഉള്ളിലുള്ള ആ അഭിമാനം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. എന്താ പറഞ്ഞിരിക്കുന്നത്? All you need to do, നീ എന്തായാലും ചെയ്യണം. ഓക്കെ, നീ എന്തായാലും ചെയ്യേണ്ടതുണ്ട്. എന്താ നീ ചെയ്യേണ്ടത്? കീപ് ദാറ്റ് പാഷൻ. കീപ് ദാറ്റ് പാഷൻ. നീ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, പാഷൻ മീൻസ് ആഗ്രഹം അല്ലേ? നിനക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം നീ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. എങ്ങനെ കീപ്പ് ചെയ്യണം? ബേണിങ് ഇൻ യു, നിന്നിൽ എന്ത് ചെയ്യണം? ജ്വലിച്ചു കൊണ്ടേ ഇരിക്കണം. ബേണിങ് ഇൻ യു എന്ന് പറഞ്ഞാൽ നിന്നിൽ ജ്വലിച്ചു കൊണ്ടേ ഇരിക്കണം. ആൻഡ് നെവർ ഗീവ് അപ്പ്, നീ അതൊരിക്കലും എന്ത് ചെയ്യരുത്? അബാൻഡൻ ചെയ്യരുത്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബാണ്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അബാൻഡൻ, ഉപേക്ഷിക്കുക. നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? അതിനെ ഉപേക്ഷിക്കരുത്. നിൻ്റെ ഉള്ളിൽ വളരെ വലിയ ഒരു ആഗ്രഹമുണ്ട്, പാഷനുണ്ട്. എന്തായിരുന്നു ആ പാഷന്? എനിക്ക് ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനായിട്ട് മാറണം, ലോകം അറിയപ്പെടുന്ന ഒരു ഓട്ടക്കാരനായി മാറണം. അതാണ് നിൻ്റെ ആഗ്രഹം അല്ലേ? നീ ആ ആഗ്രഹത്തെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്, അഥവാ ഗീവ് അപ്പ് ചെയ്യരുത് അല്ലേ? ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അഥവാ നീ അതിനെ ഇവിടെ എന്ത് ചെയ്യണം? യു നെവർ ഗീവ് അപ്പ് എന്നാണ്. നീ ഒരിക്കലും അതിനെന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. മറിച്ച് നീ എന്താ ചെയ്യേണ്ടത്? കീപ്പ് ബേണിങ്, അതിനെ നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം, അതിനെ നീ നിലനിർത്തണം എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ആൻഡ് എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ദ മാൻ എൻക്വയർഡ്, അദ്ദേഹം അവനോട് ചോദിച്ചിരുന്നു, അവനോട് ആരാഞ്ഞു, അവനോട് അന്വേഷിച്ചു അല്ലേ? യെസ്. ആ സമയത്ത് തരുൺ എന്ത് ചെയ്യുന്നുണ്ട്? തരുൺ സ്മൈൽ ഫെയ്ഡഡ്. തരുൺ അതുവരെ ആ ഒരു എന്താ പറയുക, അഭിമാനത്തിൻ്റെ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ആ പുഞ്ചിരി എന്ത് ചെയ്തു? മാഞ്ഞു. തരുൺ സ്മൈൽ ഫെയ്ഡഡ്, അവൻ്റെ മുഖത്തെ ചിരി എന്ത് ചെയ്തിരുന്നു? മാഞ്ഞിരുന്നു. അവൻ്റെ ചിരി മാഞ്ഞിരുന്നു. ആൻഡ് ഹീ സീംഡ് ഫെയ്ഡഡ് മീൻസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഫെയ്ഡഡ് മീൻസ് മാഞ്ഞു പോവുക. ഓക്കെ, ഫെയ്ഡഡ് മീൻസ് മാഞ്ഞു പോവുക. ആൻഡ് ഹീ സീംഡ് ഡിസ്ട്രോക്റ്റ്. അവനെ കാണപ്പെട്ടിരുന്നു. എങ്ങനെ കാണപ്പെട്ടിരുന്നത്? ഡിസ്ട്രോക്റ്റ്. വാട്ട് യു മീൻ ബൈ ഡിസ്ട്രോക്റ്റ്? ഡിസ്ട്രസ്ഡ് അല്ലേ? വളരെയധികം നിരാശനായിട്ട് അവനെ കാണപ്പെട്ടു. ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പം, ഏത് ചോദ്യം? യെസ്, രാംനാരായണൻ ചോദിച്ചു. ഏത് ചോദ്യമാണ് ചോദിച്ചത്? ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവൻ്റെ മുഖം എന്ത് ചെയ്തു? ആ പുഞ്ചിരി മാഞ്ഞു. അവനൊന്ന് നിരാശനായതായി കാണപ്പെട്ടു. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. എന്നിട്ട് അവൻ പറയാണ്, ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, അത് വളരെയധികം ചിലവേറിയതാണ്. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, ഞാനെന്താണ്? തൊഴിലില്ലാത്ത ഒരാളാണ്. ട്രെയിനിങ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ചിലവുള്ള ഒരു സംഭവമാണ്. സെഡ് തരുൺ പറഞ്ഞു. ഫീലിംഗ് ഹാപ്പി, അത് പറയുന്ന സമയത്ത് അവനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റൻസസ്. എന്തിനാ അവന് സന്തോഷം തോന്നുന്നത്? എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും തമാശ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് അവന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യെസ്, ഐ ആം അൺഎംപ്ലോയിഡ്, ഞാൻ തൊഴിലില്ലാത്തവനല്ലേ. ട്രെയിനിങ് കോളേജ് എന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, വളരെയധികം ചിലവുള്ളതാണ്. പിന്നെ ഞാനൊരു തൊഴിലില്ലാത്ത ആളല്ലേ എന്ന് അവന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ സ്വയം തോന്നുകയാണ്. എന്ത്? യെസ്, ഞാൻ തമാശയൊക്കെ പറയുന്നുണ്ട്, ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ തമാശയൊക്കെ പറയുന്നത് എന്ന് അവന് തന്നെ സ്വയം തോന്നുകയാണ്.
ബട്ട് രാംനാരായൺ സീംഡ് പ്രറ്റി സീരിയസ്. ആ സമയത്ത് രാംനാരായൺ എന്ത് ചെയ്തു? കുറച്ചുകൂടി ഗൗരവത്തിലാണ് ഈ ഒരു കാര്യത്തെ കണ്ടിരുന്നത്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. ഐ വിൽ ട്രെയിൻ യു, ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. ഇഫ് യു വാണ്ട്, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. പക്ഷെ ഞാൻ നിനക്ക് മുന്നിൽ എന്ത് വെക്കും? ഒരു കണ്ടീഷൻ വെക്കും. നിനക്ക് മുന്നിൽ ഞാനൊരു ഉപാധി വെക്കും. ഓക്കെ, ഞാൻ നിൻ്റെ മുന്നിലേക്ക് ഒരു ഉപാധി വെക്കുകയാണ്. ആ ഉപാധി നിനക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യാം, നിന്നെ ഞാൻ പരിശീലിപ്പിക്കാം. ആ സമയത്ത് തരുൺ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? എന്താ നിങ്ങളുടെ കണ്ടീഷൻ? വളരെയധികം ജിജ്ഞാസയോട് കൂടി, അല്ലേ, വളരെയധികം ആകാംക്ഷയോട് കൂടിയാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? എന്താ നിങ്ങളെ കണ്ടീഷന്? തരുൺസ് വോയിസ് ഷോവ്ഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. വളരെയധികം ആകാംക്ഷയും ഉത്കണ്ഠയും നിറഞ്ഞതായിരുന്നു അവൻ്റെ ചോദ്യം, അല്ലേ. എന്തായിരിക്കും നിങ്ങളുടെ കണ്ടീഷൻ ഒന്ന് പറയുമോ? യെസ്. There is a race on Children's Day at the Nehru Stadium. There is a race. അവിടെ ഒരു റേസ് ഉണ്ട്. എവിടെ? ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ഓട്ട മത്സരമുണ്ട്, റേസ് ഉണ്ട്. എപ്പോഴാണ്? ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ഓട്ട മത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ, ആർ കോമ്പറ്റിംഗ് ദർ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മത്സരിക്കുന്നുണ്ട്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ്, നീ അവിടെ പങ്കെടുക്കുകയാണെങ്കിൽ, ആൻഡ് വിൻ ദാറ്റ് റേസ്, നീ ആ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ, അഥവാ നീ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഐ പ്രോമിസ്, ഞാൻ നിനക്ക് വാഗ്ദാനം തരുന്നു, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, നിനക്ക് ഞാൻ എന്ത് ചെയ്യാം? ട്രെയിനിങ് നൽകാം. നിനക്ക് ഞാൻ ട്രെയിനിങ് നൽകും. ഓക്കെ, നീ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ട്രെയിനിങ് തരും. ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഈഫ് ക്ലോസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഉദാഹരണമാണ്. ഈഫ് ക്ലോസ് 3 റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ റൂൾസിൻ്റെ ഉദാഹരണമാണ് ഇപ്പം അത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ്, നീ പങ്കെടുക്കുകയാണെങ്കിൽ, ആൻഡ് വിൻ ദാറ്റ് റേസ്, ആ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ, ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, വാഗ്ദാനം തരുന്നു, നിനക്ക് പ്രാക്ടീസ് എന്ത് ചെയ്യാം? ഞാൻ തരാം, അല്ലേ, നിനക്ക് ട്രെയിനിങ് ഞാൻ തരാം എന്ന് ആര് പറയാണ്? രാംനാരായൺ പറയാണ്. സെഡ് രാംനാരായൺ. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. ആ സമയത്ത് നമ്മുടെ തരുൺ പറയാണ്, ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അതത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, അതത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ, ആ മത്സരത്തിൽ പങ്കെടുക്കാനും വിജയിക്കാനും അതത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിസ്സാരമാക്കാണ്? നമ്മുടെ തരുൺ നിസ്സാരമാക്കാണ്. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റും, അല്ലേ. എന്നിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓനെന്നെ ഒരു സംശയം, എനിക്ക് കിട്ടുമോ? ക്യാൻഡായി എനിക്ക് ലഭിക്കുമോ എന്നുള്ള, അങ്ങനെ തന്നെ അല്ലേ എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ക്വസ്റ്റ്യൻ ടാഗിന് എക്സാമ്പിളാണ് ആ സെൻറ്റൻസ്. ഐ ക്യാൻ ഡു ഇറ്റ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് എന്ത്? കാണ്ടായി, അല്ലേ, എനിക്ക് പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കാര്യം പറഞ്ഞ് അത് ഉറപ്പിക്കുകയാണ് എന്തുകൊണ്ട് ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിനെ കൊണ്ട് ചെയ്യുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ കഴിയും. പിന്നെ ഓനെന്നെ ഒരു ഡൗട്ട്, കാണ്ടായി യെസ് എന്ന് ചോദിക്കാം. തോട്ട് തരുൺ. ആരാ ഇങ്ങനെ ചിന്തിച്ചിരുന്നത്? തരുൺ ചിന്തിച്ചിരുന്നതാണ് ഈ സംഭവം. അവൻ തന്നെ ഉള്ളിൽ സ്വയം എന്ത് ചെയ്യാണ്? ചിന്തിച്ചിരുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഐ വിൽ സാർ, എനിക്ക് പറ്റും സാർ, എനിക്ക് ചെയ്യാൻ പറ്റും, അതെനിക്ക് ചെയ്യാൻ പറ്റും. ഹി ഹേർഡ് ഹിംസെൽഫ് സെയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഹി സെയിങ് ഹിംസെൽഫ്, അവൻ സ്വയം തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, അവൻ വിളിച്ച് പറയാ, എനിക്ക് പറ്റും, ഐ വിൽ സാർ, എനിക്ക് പറ്റും സാർ. വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ, പൂർണ്ണമായിട്ട്
വളരെയധികം ഉറച്ച തീരുമാനത്തോടു കൂടി, ഉറച്ച കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്നാണ്, ആത്മവിശ്വാസം. വളരെ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി അവൻ ഉറക്കെ പറയാണ്, ഐ വിൽ സാർ, ഐ വിൽ, എനിക്ക് പറ്റും സാർ എന്ന് അവൻ സ്വയം പറയാണ്. ഓക്കെ, ആ സ്വയം പറയുന്നത് ആരും ഒന്നും കൂടി കേൾക്കുന്നുണ്ട്, നമ്മുടെ തരുൺ കൂടി കേൾക്കുന്നുണ്ട്. ആരോടാണ് അവൻ പറയുന്നത്? നമ്മുടെ രാംനാരായണനോട്. സാർ എനിക്ക് പറ്റുമെന്നുള്ള കാര്യം അവൻ തീർച്ചപ്പെടുത്തി പറയാണ്. ആ സമയത്ത് ഇത് കേട്ട രാംനാരായണൻ പറയാണ്, ഫൈൻ ബോയ്, നല്ലതാണ് കുട്ടി. ഓക്കെ, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. ഇറ്റ് ഈസ് മൈ ജോബ്, ഇത് എൻ്റെ ജോലിയാകുന്നു. എന്താണ് എൻ്റെ ജോലി? ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ, ഈ മത്സരത്തിൽ നിന്നെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി, ഇതെൻ്റെ ജോലിയാണ്. എന്ത് ജോലി? To get you entry in the race. Father, ആ മത്സരത്തിൽ നിനക്ക് എൻട്രി തരാം, പ്രവേശനം തരാം. അവനെ റിമെമ്പർ അഗെയിൻ. ഓക്കെ, ആൻഡ് റിമെമ്പർ, നീ ഓർമ്മിക്കേണ്ട ഒരു കാര്യം. എന്താ നീ ഓർമ്മിക്കേണ്ടത്? സോറി, ഹാഡ് നോട്ട് നിന്റെ കാര്യം എന്ന് പറയുന്നത് അവനെ എങ്ങാനും ജയിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ മത്സരത്തിൽ എൻട്രി അഥവാ അതിലേക്കുള്ള പ്രവേശനം ഞാൻ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു അവസരം നീ എന്ത് ചെയ്യണമെന്നില്ല, വിജയിക്കണം. ആര് പറയാൻ തുടങ്ങി? രാംനാരായൺ പറയണോ അല്ലേ? ഏതൊരു കാര്യത്തിനും എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതിന്റെ നിന്റെ പേര് കണ്ടുമുട്ടാനും മത്സരത്തിൽ രാംനാരായണൻ ചോദിക്കുകയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ രാംനാരായൺ പരിശീലിപ്പിക്കും. തരുണിനെ പരിശീലിപ്പിക്കും. അപ്പൊ ഇത്രയും നല്ലൊരു മനോഹരമായ അവസരം കിട്ടാൻ കാരണമായതായിട്ടുള്ള പേര് അച്ഛനാണ്, അച്ഛന്റെ ചീത്ത പറച്ചിലാണ്. എന്റെ പേരെന്താണ്? തരുൺ കപൂർ. അടുത്ത ദിവസം ആ സമയത്ത് കൊണ്ടുവന്നിരുന്നു. അടുത്ത ദിവസം 5 ദിവസത്തിന് ശേഷം ഞാൻ നിന്നെ ന്യൂ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗീവ് യു രശ്മിക്ക് നൽകാം യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. നീ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രതീക്ഷയുടെ പുതിയ പാർട്ടിസിപ്പേഷൻ കാർഡുമായിട്ട് ഞാൻ എന്ത് ചെയ്യാം? അഥവാ അടുത്ത ദിവസം കഴിഞ്ഞിട്ട് പ്രതീക്ഷയുടെ 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ജീവിതമാണ്, ഇതുവരെ ഉള്ളതുപോലെയല്ല. ഇനി നമുക്ക് എന്താണ് നേടിയെടുക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? അതിനുള്ള തയ്യാറെടുപ്പ് നടത്താണ്. മത്സരത്തിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാം, ഓൾ ദി ബെസ്റ്റ്, കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം? സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തരുൺ അവിടെ ഏർലി. അതിന്റെ ഭാഗമായി അവൻ നേരത്തെ വഴിയിൽ തരുൺ ഗോട്ടപ്പ് ഏർലി. തരുൺ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ എണീക്കുന്നുണ്ട്. ഹാഡ് മിൽക്ക്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാല് കുടിക്കുന്നുണ്ട്. ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹർ ക്വയറി. ബിഫോർ, മുമ്പ് തന്നെ. എന്തിനു മുമ്പ്? യെസ്, ഹിസ് മദർ കുഡ് ഫിനിഷ് ഹർ ക്വയറി. അവൻ്റെ അമ്മ അന്വേഷിക്കുന്നതിന് മുമ്പ്, അല്ലേ? എന്തന്വേഷിക്കുന്നതിന് മുമ്പ്? ഹർ ക്വയറി ഓൺ വാട്ട് ഹി വാസ് അപ് ടു. നീ എങ്ങോട്ടാ പോണ്, നീ എന്താ പരിപാടി എന്ന് അമ്മ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആര് പാലൊക്കെ കുടിച്ച് റെഡി ആയിട്ടുണ്ട്? നമ്മുടെ തരുൺ റെഡി ആയിട്ടുണ്ട്. ഹി റാൻ ഔട്ട് ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം. അവൻ എന്ത് ചെയ്തു? എന്നിട്ട് ആ പരിപാടികളൊക്കെ കഴിച്ചു. നേരെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഹി റാൻ ഔട്ട്, അവൻ പുറത്തേക്ക് ഓടുന്നുണ്ട്. ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം. എന്നിട്ട് എവിടെ പോയി? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയി. ടു ചെക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ തന്നെ പോയത്? ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. ഇങ്ങനെ ഒരു മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അവൻ എങ്ങോട്ട് പോവുകയാണ്? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. തീർച്ചയായും അവൻ വളരെയധികം സന്തോഷവാനായിരുന്നു. അടുത്ത പാരഗ്രാഫാണ്. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. തരുൺ അവൻ്റെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു.
സീലസ്ലി. വാട്ട് യു മീൻ ബൈ സീലസ്ലി? വളരെയധികം ഉത്സാഹത്തോടെ എന്നതാണ് സീലസ്ലിൻ്റെ അർത്ഥം. ഗ്രേറ്റ് എന്തൂസിയാസം അല്ലേ? സീലസ്ലി മീൻസ് ഗ്രേറ്റ് എന്തൂസിയാസം. വളരെയധികം ഉത്സാഹത്തോടു കൂടി തരുൺ അവൻ്റെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എവറി ഡേ, എല്ലാ ദിവസവും ഹീ വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning. അവൻ രാവിലെ 4 മണിക്ക് തന്നെ എണീക്കും. ആൻഡ് റൺ അപ്പ്, എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ഓടാൻ തുടങ്ങും. ടു 10 miles, 10 മൈലുകൾ അല്ലേ? 10 മൈൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓടുന്നുണ്ട്. ഇൻ ദ ഈവനിങ്, ഇനി വൈകുന്നേരങ്ങളിൽ ഇവൻ്റെ പരിപാടി എന്താ? ഇൻ ദ ഈവനിങ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ അല്ലേ? അവൻ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ കോമ്പറ്റീഷനിൽ 1000 meter ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഓടുന്നത് 1000 meter ആണ് അല്ലേ? ഈ 1000 meter ഓടുന്നതിന് ആവശ്യമായിട്ടുള്ള സമയത്തെക്കുറിച്ച്, ആ സമയത്തിന് അനുസരിച്ച് ഓടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് അവൻ നടത്തിയിരുന്നു. ഓക്കെ, അഥവാ സമയം വെച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുമായിരുന്നു? വൈകുന്നേരങ്ങളിൽ ഈ 1000 meter ഓടി പരിശീലിക്കുമായിരുന്നു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. മത്സരത്തിൽ പറഞ്ഞതുപോലെ 1000 meter ടൈം അധിഷ്ഠിതമായി അവൻ എന്ത് ചെയ്തിരുന്നു? പ്രാക്ടീസ് ചെയ്തിരുന്നു വൈകുന്നേരങ്ങളിൽ. ഹി വാണ്ടഡ് എവറിത്തിങ് ടു പെർഫെക്റ്റ്. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. എന്തുകൊണ്ടാണ് അവൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അവന് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. ഹി വാണ്ടഡ്, അവന് ആവശ്യമുണ്ടായിരുന്നു എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. എല്ലാം എന്തായിരിക്കണം? പെർഫെക്റ്റ് ആവണം. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. ഇത് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് എ പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്, ഹി തോട്ട്. അവൻ ചിന്തിച്ചിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇതായിരുന്നു ആദ്യത്തെ സംഭവം. ഏത് ആദ്യത്തെ സംഭവം? സച്ച് എ പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം പെർഫെക്റ്റ് ആവണം, പൂർണ്ണത ഉണ്ടാവണം എന്ന് അവൻ ചിന്തിച്ചിരുന്ന ഒരേ ഒരു കാര്യം അത് ഏതായിരുന്നു? ഈ ഒരു ഓട്ട മത്സരമായിരുന്നു. ഈ ഒരു ഓട്ട മത്സരത്തിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഥവാ അതിൻ്റെ ഏറ്റവും പെർഫെക്ഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആരാ ആഗ്രഹിച്ചിരുന്നത്? തരുൺ. അവൻ തന്നെ സ്വയം ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണത വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരു സംഭവം അതേതാണ്? ഇത് മാത്രമാണ്. ക്ലിയർ? യെസ്. ഹി ആൾസോ വാണ്ടഡ് സമ്മൺ ടു ബാക്ക് ഹിം അപ്പ്. അവന് വേറൊരു കാര്യം കൂടി ആവശ്യമുണ്ടായിരുന്നു. എന്താണ്? ആരെങ്കിലുമൊക്കെ അവനെന്ത് ചെയ്യണം? ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്തുണയ്ക്കണം അല്ലേ? സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതിൻ്റെ ഭാഗമായി ആരെങ്കിലും ഒന്ന് അവനൊന്ന് സപ്പോർട്ട് ചെയ്താലേ ഇതിൽ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? യെസ്, സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതുവരെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ എന്ത് ചെയ്തു? എനിക്കൊരു സപ്പോർട്ട് വേണം, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് പിന്തുണയ്ക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഓട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് 1000 meter ഓട്ടത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആരോട് പറയുന്നു? അമ്മയോട് പറയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫാണ്. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. തരുൺ എന്ത് ചെയ്യുന്നു? അവൻ്റെ പരിശീലനം 5 ദിവസം വിഗറസ് ആയിക്കൊണ്ട് തന്നെ നടത്തി. വാട്ട് മീൻ ബൈ വിഗറസ്? ഹാർഡ് വർക്കിംഗ്. വളരെയധികം പരിശ്രമിച്ചു. ടേക്കിംഗ് മച്ച് എഫേർട്ട്. വളരെയധികം എന്ത് ചെയ്തു? എഫേർട്ട് എടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ 5 ദിവസവും. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി, അവൻ പെട്ടെന്ന് തന്നെ മെറ്റ് രാംനാരായണനെ കണ്ടുമുട്ടുന്നുണ്ട്. വാട്ട് മീൻ ബൈ പ്രോംപ്റ്റ്ലി? പ്രോംപ്റ്റ്ലി മീൻസ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ. ഓക്കെ, യെസ്. എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പം? ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അവൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അവൻ പെട്ടെന്ന് തന്നെ ആരെ കാണുന്നു? രാംനാരായണനെ കാണുന്നു.
He gazed at the piece of paper on which his name had been printed boldly. He gazed, അവൻ എന്ത് ചെയ്യുന്നു, അതിലേക്ക് തുറിച്ചു നോക്കുന്നു. ഓക്കെ, ഗേജ്ഡ് മീൻസ് ലുക്കിംഗ് ഫേംലി, നല്ല സൂക്ഷിച്ച് നോക്കുക, അതിനാണ്. ഓക്കെ, ഹി ഗേജ്ഡ്, അവൻ തുറിച്ചു നോക്കുന്നുണ്ട്. എവിടേക്കാ തുറിച്ചു നോക്കുന്നത്? അറ്റ് ദ പീസ് ഓഫ് പേപ്പർ, ആ ഒരു കഷ്ണം പേപ്പറിലേക്ക്. ഓൺ വിച്ച് ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി, അവൻ്റെ പേര് നല്ല കട്ടിയിൽ എഴുതിയിട്ടുള്ള ആ പേപ്പറിലേക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് സോ മച്ച് ടു ഹിം. ഇറ്റ് മെൻഡ് സോ മച്ച് ടു ഹിം. അത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അർത്ഥമാക്കുന്നുണ്ട്. അവനോട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വരികൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ്. ഹവർ ഹാർഡ്, അവൻ സ്വയം എന്ത് ചെയ്യാണ്? ഉള്ളിൽ പറയാണ്, ഹവർ ഹാർഡ്, എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായാലും, ഐ മസ്റ്റ് വിൻ ദിസ് റേസ്, ഈ മത്സരത്തിൽ ഞാൻ എന്തായാലും എന്ത് ചെയ്യും? വിജയിക്കും. തോട്ട് ഹി, അവൻ ചിന്തിച്ചിരുന്നു. ദാറ്റ് മീൻസ് ഹി തോട്ട് ദാറ്റ് ഹവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ്, എന്ത് തന്നെയാലും വേണ്ടിയില്ല, ഞാൻ ഈ മത്സരത്തിൽ എന്ത് ചെയ്യും? ജയിക്കുമെന്നുള്ള കാര്യം അവൻ ചിന്തിച്ചിരുന്നു. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. He wanted to show, അവന് കാണിച്ചു കൊടുക്കണമായിരുന്നു. His father, അവൻ്റെ അച്ഛന് മുന്നിൽ അവന് കാണിച്ചു കൊടുക്കണമായിരുന്നു. എന്താ അവന് കാണിച്ചു കൊടുക്കേണ്ടത്? That he was not really the black sheep of the family. ആ വീട്ടിലെ ഒന്നിനും പറ്റാത്ത, ഒന്നിനും കൊള്ളാത്ത, അഥവാ ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദി ഫാമിലി എന്ന് പറയുന്ന ഒരു ആളല്ല ഞാൻ എന്നുള്ളത് അവനെ കാണിച്ചു കൊടുക്കണമായിരുന്നു. ആൻഡ് ദാറ്റ് ഹീ കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട്, ഞാൻ എന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ആരെ കാണിച്ചു കൊടുക്കണം? എൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം. അതാണ് അവൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദാറ്റ് ഹീ കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്, എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ അവൻ നല്ലതാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അല്ലാതെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്ത ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആണ് എന്നുള്ളത് കാണിക്കാൻ അവൻ എന്ത് ചെയ്യുന്നില്ല. അത് മാറ്റണം എന്നുള്ളതിനെ കുറിച്ചാണ് ആര് ചിന്തിക്കുന്നത്? തരുൺ ചിന്തിക്കുന്നത്. ഇറ്റ് വാസ് ദ 14th നവംബർ. അതെ, അടുത്ത പാരഗ്രാഫാണ്. ഇറ്റ് വാസ് ദ 14th നവംബർ. അതെ, നവംബർ 14 വന്നു, നവംബർ 14 വന്നു. ബോവിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ഹിസ് മദർ. ബോവിങ് ലോ, അവൻ എന്ത് ചെയ്തു? കുനിഞ്ഞു. ആരുടെ മുന്നിലാണ് കുനിഞ്ഞത്? ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ഹിസ് മദർ, അവൻ്റെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി അവൻ്റെ അമ്മയുടെ മുന്നിൽ എന്ത് ചെയ്തു? അവൻ കുനിഞ്ഞിരുന്നു. തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. തരുൺ പെഡൽഡ്, തരുൺ എന്ത് ചെയ്തു? സൈക്കിള് ചവിട്ടിയിരുന്നു. പെഡൽഡ് മീൻസ് ചവിട്ടിയിരുന്നു. എവേ ടു ദ സ്റ്റേഡിയം, സ്റ്റേഡിയത്തിലേക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കിള് ചവിട്ടുന്നുണ്ട്. ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ്. അവിടെ വലിയ ഒരു കാണികളുടെ കൂട്ടം തന്നെ ഉണ്ട്, അല്ലേ? ആൾക്കാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ്, അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ട്. വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്, അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലേക്ക് പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. തരുൺ എൻ്റേർഡ് ദ ഓഫീസ്. തരുൺ നേരെ എങ്ങോട്ട് ചെന്നു? ഓഫീസിലേക്ക് പ്രവേശിച്ചിരുന്നു. വേർ എ സൈൻ ബോർഡ് റീഡ്, അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ആ സൈൻ ബോർഡ് അവൻ വായിച്ചു. ഏതാണ് ആ സൈൻ ബോർഡ്? പാർട്ടിസിപ്പൻസ് ഓൺലി. പാർട്ടിസിപ്പൻസ് ഓൺലി, പങ്കെടുക്കുന്ന ആൾക്കാർ മാത്രം എന്ന് പറയുന്ന ഒരു ബോർഡിൻ്റെ ഉള്ളിലേക്ക് അവൻ എന്ത് ചെയ്തു? ചെന്നു. ആ ബോർഡ് വെച്ച സ്ഥലത്തേക്ക് അവൻ ചെന്നു. വിത്ത് ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയവുമായിട്ട്. എന്താ ഹാർട്ടിൻ്റെ പ്രത്യേകത? ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം ഡും 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടുന്നുണ്ട്. അത്തരമൊരു രീതിയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ ആ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. ഇൻസൈഡ്, അതിൻ്റെ ഉള്ളിൽ, there were about 50 participants waiting for the race to begin. 50ഓളം മത്സരാർത്ഥികൾ ഈ ഒരു മത്സരം തുടങ്ങുന്നതും കാത്തുകൊണ്ട് അവിടെ
നിൽക്കുന്നുണ്ടായിരുന്നു. There were about 50 students or 50 participants. അവിടെ ഏകദേശം 50ഓളം മത്സരാർത്ഥികൾ വെയിറ്റിംഗ് ഫോർ ദ റേസ് ടു ബിഗിൻ, മത്സരം കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഭാഗം നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഒരുപാട് വേർഡുകൾ പറഞ്ഞു, ഇഫ് ക്ലോസ് പറഞ്ഞു, ഇഫ് ക്ലോസ് ഇനിയും പറയാനുണ്ട്, നമുക്കത് വെച്ചിട്ട് ചെയ്യണം. ദെൻ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, അഥവാ 11 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ എഴുതി വെച്ചേക്കണം നോട്ടിൽ. ആ 11 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ത്രൂ വാട്സപ്പ് ഓർ യൂട്യൂബ്. ഓക്കെ, യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലൂടെയോ വാട്സപ്പിലൂടെയോ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, റെഡി? ഓക്കെ, ബൈ.